Welcome back after the break. You are on Talking Point. Is theatre reviving in Kerala? Before we went into the break, in the previous segment, we talked about how theatre is slowly moving away from the common man because he's perhaps not able to fathom the language, so to say, of theatre, especially when you spoke about experimental theatre, which happened in a certain period of time and people were kind of disconnected with it. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ തിയേറ്ററിനോടൊപ്പം തന്നെ commercial theatre അറിയാം which happens in large temple grounds or wherever. Experimental അല്ലാതെ നമുക്ക് സാധാരണ ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തിയേറ്റർ ഗ്രൂപ്പ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അഭിനയമുള്ളത്. But how does it happen? How do you do experimental theatre and yet reach the masses or the audience? Jyotish എങ്ങനെയാണ് ആ ബാലൻസിംഗ് ലൈൻ ടോ ചെയ്യണത്? ബിക്കോസ് ഒന്ന് ഇത് എല്ലാ കാലത്തും ആർട്ടിസ്റ്റുകൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രൈസിസ് ആണ്. ഇപ്പോൾ ഗുദാത്തിനെ പോലെ ഒരു ഫിലിം മേക്കർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് വെച്ചാൽ എൻ്റെ സിനിമ എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൾ പറയുന്നത്. ഇതാരും കാണരുത്, ഞാനൊരു എക്സ്പെരിമെൻ്റൽ സിനിമ ഉണ്ടാക്കുകയാണ്, ഇതാരും കാണരുത് എന്നുള്ള ഉദ്ദേശത്തിലല്ല ആൾ ചെയ്യുന്നത്. ഇത് സത്യത്തിൽ നമ്മൾ ഈ വിഷയത്തിനെ മനസ്സിലാക്കേണ്ടത് കലയുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് അടിസ്ഥാനപരമായി. ഇപ്പോൾ വേദ ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റുകളുള്ളപ്പോൾ പെർഫോമൻസുകൾ ഉണ്ടായിട്ടുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഈ മഹാഭാരതവും രാമായണവും ഈ വേദത്തിലെ ഉപനിഷത്തും കടുകട്ടിയായി വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അതൊരു കഥാരൂപത്തിൽ ഈ ഫിലോസഫിയെ അവതരിപ്പിക്കുകയാണ്. ഒരു ഡിവൈസ് ഉണ്ടാക്കുകയാണ്, കഥ എന്നുള്ളൊരു ഡിവൈസ് ഉണ്ടാക്കുകയാണ്. അടിസ്ഥാനപരമായി കല ഒരു ഫങ്ഷൻ ചെയ്യുന്നത് സൊസൈറ്റിയിൽ ഒരു എഡ്യൂക്കേഷൻ ലെവലിലൂടെയാണ്. ഇപ്പം വന്നിട്ടുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത് കലയുടെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിനെ മാത്രമാണ് എൻകറേജ് ചെയ്യുന്നത്. ഈ പോപ്പുലറായിട്ടുള്ള ആർട്ട് എപ്പോഴും അതിനകത്ത് മുമ്പോട്ട് വയ്ക്കുന്നതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിനെയാണ്. അതുകൊണ്ട് അവിടെ ആളുണ്ടാവും. ഇത് എപ്പോൾ ഒരു എഡ്യൂക്കേഷൻ്റെ ലെവലിലേക്ക് വരുന്നു അപ്പോൾ ആളുകൾ പറയും ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയും. ഇതാണ് ഇതിനകത്ത് നടക്കുന്നത്. അവിടെ ആർട്ടിസ്റ്റിൻ്റെ ചില പിടിവാശികൾ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഇപ്പം ഗലീലിയോ തിരിച്ചു പറയിപ്പിച്ചേണ്ടി വന്നു. സൂര്യനെ ചുറ്റുവാണെന്ന് പറഞ്ഞ് ഭൂമി ചുറ്റുവാണെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അത് സത്യമാണെന്ന് തെളിഞ്ഞപ്പോൾ മാത്രമാണ് അത് ആൾക്കാർ വിശ്വസിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് കലയുടെ കാര്യം. എക്സ്പെരിമെൻ്റലായിട്ട് ഇപ്പോൾ കാഴ്ചയുടെ ശീലങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റിൻ്റെ ജോലി തന്നെ ഒരു എക്സ്പെരിമെൻ്റൽ ആർട്ട് ഇന്ന് വരെയുള്ള കാഴ്ചയുടെ സദാചാരത്തിൻ്റെ ഫിലോസഫിയുടെ വളരെ ഡെയറിങ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ പ്രൊഡക്ഷൻ അയാൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ആളുകൾ കംപ്ലീറ്റ് സ്റ്റണ്ടിങ് ആവുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയും. അതിൻ്റെ ഫംഗ്ഷൻ അത് തന്നെയാണ്. കുറേ കാലം കഴിഞ്ഞ് ആൾക്കാർ വിദ്യാഭ്യാസം കിട്ടി വരുമ്പോൾ അദ്ദേഹം മഹാനായിരുന്നു എന്ന് മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇപ്പോൾ എന്നെ പോലെ ഒരാൾ ഞാൻ തിയേറ്റർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഞാനൊരു ഭയങ്കര എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളത് അത് ചെയ്യേണ്ടത് തന്നെ നമ്മൾ എല്ലാ ബഹുമാനത്തോടു കൂടി നമ്മൾ സൊസൈറ്റിയുടെ നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ അറിവിനെയും നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു സാധാരണ മനുഷ്യനെയും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടെ ആർക്കുണ്ട്, ഒരു ആർട്ടിസ്റ്റിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ ചെറിയൊരു ഉദാഹരണം, എനിക്ക് തെറ്റാണോ ശരിയാണെന്ന് അറിഞ്ഞൂടാ, ഒരു ചെറിയ സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ പോലൊരു സിനിമയാവാം. ഞാൻ പറയുന്നത് അത് തീരെ കമേഴ്ഷ്യലായിട്ടുള്ള അങ്ങനെ ഒരു ആലോചന അത്ര എളുപ്പവും അല്ല എന്ന് ഞാൻ പറയും. വളരെ എക്സ്പെരിമെൻ്റലായിട്ട് നിലനിൽക്കാൻ അയാൾ അന്വേഷണങ്ങൾ മാർത്തമായി നിൽക്കുന്നത് ഭയങ്കര സ്വാർത്ഥമാണെന്ന് ഞാൻ പറയും. പൈസ ഉണ്ടാക്കാനായി കല ഉപയോഗിക്കുന്നത് അപകടകരമായ ഒരു കാര്യവുമാണ്. പക്ഷേ ഇതിനിടയിൽ ഒരു വഴിയുണ്ട്, സത്യസന്ധമായിട്ടുള്ളൊരു വഴിയുണ്ട്. ആ വഴിയെക്കുറിച്ച് ഗൗരവതരമായ ആർട്ടിസ്റ്റുകൾ അന്വേഷിക്കേണ്ട ഒരു ഇടം തന്നെയാണ്. എല്ലാ ആർട്ടും എല്ലാ സമയത്തും പോപ്പുലർ ആവണമെന്നില്ല. പോപ്പുലർ ആർട്ടും അതല്ലാത്ത വേറൊരു ടൈമിനെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് എപ്പോഴും പോപ്പുലർ ആവണമെന്നില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ 2000 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 4000 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുള്ള സാഹിത്യകൃതികളും ഗ്രീക്ക് സാഹിത്യവും അല്ലെങ്കിൽ ഇപ്പോൾ ഷേക്സ്പിയറും ഇതൊക്കെ ഇപ്പോൾ കാളിദാസനും ഒക്കെ നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നത് അത് ടൈമിനെ ട്രാൻസെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ആ സമയത്ത് പോപ്പുലർ ആയിരുന്ന ആർട്ട് ഉണ്ടായിരുന്നോ അത് നമുക്കറിയില്ല ഇപ്പോൾ. അപ്പോൾ ടൈമിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന ആർട്ടും പോപ്പുലർ ആയിട്ടുള്ള ലോക്കൽ ഇപ്പോൾ ആ സമയത്ത് ചില താല്പര്യങ്ങൾക്ക് കാറ്റർ ചെയ്യുന്ന ആർട്ടും അതിൻ്റെ രണ്ടിൻ്റെയും വഴി രണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജ്യോതിഷ്, ഇതിനകത്ത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു എലിമെൻ്റ് ഉണ്ട്. ഞാൻ ലാംഗ്വേജ് ഓഫ് ദ തിയേറ്റർ ഞാൻ ഉപയോഗിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടേം. അപ്പോൾ ഞാൻ ലാംഗ്വേജ് എന്നുള്ള ലിറ്ററൽ മീനിങ് തന്നെ എടുക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ എനി തിയേറ്ററിക്കൽ പ്രൊഡക്ഷൻ? നമ്മൾ ഈ ഭാഷയുടെ ചിത്രകലയിലും ഇപ്പം മാം പറഞ്ഞു ഇപ്പോൾ വിഷ്വൽ എലിമെന്റ്സ് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു മൾട്ടിമീഡിയ യൂസ് ചെയ്ത്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷ, അതായത് ഡയലോഗ്, ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞാൽ ഡയലോഗ് എന്ന് പറയുന്ന പോലെ തന്നെ തിയേറ്ററിലെ ഭാഷ എത്ര റെലവൻ്റ് ആണ്? തിയേറ്ററിലെ ഈ ഭാഷയുടെ ലിമിറ്റേഷൻസിനെ മറികടക്കാനാണ് സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ഇപ്പം ഈ പല തിയേറ്റർ പ്രൊഡക്ഷനുകളും ഭാഷ എന്ന് പറയുന്നത് ഈ സാഹിത്യം എന്ന് പറയുന്നത് മറ്റൊരു ശാഖയാണെന്നും തിയേറ്ററിന് അതിൻ്റെ സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ ചിത്രകലയ്ക്ക് തന്നെ ചിത്രകല കഥ പറയുകയല്ല, ചിത്രകലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ലാംഗ്വേജ്, നിറങ്ങളുടെയും വർണ്ണങ്ങളുടെയും ടെക്സ്ചറും മാസും ഒക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഒരു അന്വേഷണം പൊതുവെ ഈ എക്സ്പെരിമെൻ്റൽ തിയേറ്ററിൽ നമ്മൾ ആലോചിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് തിയേറ്ററിൻ്റെ തന്നെ ഒരു ലാംഗ്വേജ് ലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളൊരു വിഷയം പറയാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു അന്വേഷണമാണ് നടത്തുന്നത്. എനിക്ക് സാധാരണ സ്പോക്കൺ ലാംഗ്വേജിനെ കുറിച്ചിട്ട് അത്ര
എത്രത്തോളം. കാരണം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, അഗൈൻ നമ്മൾ ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ഒക്കെ ആകുമ്പോഴും നമുക്ക് മനസ്സിലാകാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാഹിത്യം എലമെന്റ് തിയേറ്റർ വളർന്നു വന്നത് ടെക്സ്റ്റിലൂടെ കൂടെയാണ്. പെർഫോമൻസ് ട്രഡീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടെക്സ്റ്റ്. നമ്മളെന്നറിയുന്ന ഒരുപാട് നാടകവേദിയുടെ വളർച്ചയുടെയൊക്കെ ആധാരം ടെക്സ്റ്റ് തന്നെയാണ്. ഷേക്സ്പിയർ ആയാലും റസീൻ ആയാലും അല്ലെങ്കിൽ സോഫോക്ലിസ് ആയാലും എല്ലാം ടെക്സ്റ്റ് തന്നെയാണ്. ഈ ടെക്സ്റ്റിനെ അതത് കാലത്ത് പുതിയ മീനിങ് കണ്ടെത്താനും ആ ടെക്സ്റ്റിന് പുതിയ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനും, ഇത് വിഷ്വലിന് മാത്രം നമ്മൾ ചെയ്യരുത്, ഓറൽ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ ഈ ടെക്സ്റ്റിനെ ഉപയോഗിക്കുക എന്നുള്ളത്, ടെക്സ്റ്റ് ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റാണ് അല്ലെങ്കിൽ ഒരു ആർക്കൈക് ലാംഗ്വേജാണ്, പക്ഷേ ഷേക്സ്പീരിയൻ ലാംഗ്വേജ് ബ്ലാങ്ക് വേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ it need not be against it to be made into enjoyable experience on stage. Okay. Like he showed us. Macbeth എന്നുള്ളത് അതിലെ ടെക്സ്റ്റിനെ അദ്ദേഹം വേറെ രീതിയിൽ ഉപയോഗിച്ചത്, ഒരു സാധാരണ ഒരു സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ടല്ല, അതിനകത്തുള്ള ഓവറോൾ എക്സ്പീരിയൻസിൻ്റെ ഒരു ഓറൽ കോമ്പണൻ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഈസ് ലേഡി ഫ്രം ദ സീ. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റിൻ്റെ ഉപയോഗം ഓരോ ഡയറക്ടർക്കും ഓരോ രീതിയിൽ പുനർനിർവചിക്കാവുന്നതാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഈ മനസ്സിലാക്കുക എന്നുള്ളത് ആ എക്സ്പീരിയൻസിൻ്റെ ഒരു ചെറിയ ഭാഗമാവുന്നുള്ളൂ. തിയേറ്ററും സിനിമയും പ്രത്യേകിച്ച് മറ്റൊരുപാട് സെൻസറി പെർസെപ്ഷൻ നമുക്ക് തരുന്നതാണ്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ മനസ്സിലാക്കുക മാത്രം ബാക്കി നിൽക്കും. You neither understood it nor there was anything to enjoy. എന്ന് വരുമ്പോഴാണ് പ്രോബ്ലം. Absolutely. We are coming to the end of the show. Any parting thoughts? Anything random thoughts coming to your head? No, I think ഈ പറഞ്ഞ പോലെ തിയേറ്റർ തീർച്ചയായും ഒരു റിവൈവലിൻ്റെ പാതയിൽ തന്നെയാണ്. തിയേറ്റർ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സാമ്പത്തികമായൊരു പരീക്ഷണം തന്നെയാണ്. അപ്പോൾ ശരിക്കും സ്റ്റേറ്റും അതുപോലെ ഡിസേണിങ് ആയിട്ടുള്ള സൊസൈറ്റിയും ഒക്കെ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും പല മേഖലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ പറയാറുള്ള കാര്യമാണ്, പലർക്കും അത് വളരെ ഒരു വിരുദ്ധമായിട്ടുള്ളൊരു അതാണ് ഉണ്ടാക്കുന്നത്. ഈ സ്പോർട്സിനൊക്കെ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന ശ്രദ്ധയും പൊതുജനങ്ങളും മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്ന ശ്രദ്ധയും അതിൻ്റെ ഒരു 20% പോലും എനിക്ക് തോന്നുന്നത് സിനിമയ്ക്കോ നാടകവേദിക്കോ കൊടുക്കപ്പെടാറില്ല. ഈ സിനിമയ്ക്ക് ഇല്ല, ഞാൻ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത്. ദർ ഈസ് എ ലോട്ട് ഓഫ് മണി ഫോർ ദ കമേഴ്ഷ്യൽ സിനിമ. പക്ഷേ മീനിങ് ആയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. ഹി ഹാസ് ടു ടോ ദ ലൈൻ സംവെയർ. നേരെ മറിച്ച് സൊസൈറ്റിയിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഒരു ലോങ് ജമ്പ് ചെയ്യുന്ന ഒരു അത്ലറ്റിൻ്റെ ഇമ്പാക്റ്റ് അല്ല ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു ഫിലിം ഉണ്ടാക്കുന്നത്. സൊസൈറ്റിയുടെ സംസ്കാരത്തെ മാറ്റാൻ, കുറച്ചെങ്കിലും മാറ്റാൻ അത് സാധിക്കുന്നുണ്ട്. ഈ ഒരു വലിയൊരു പർപ്പസ് തിരിച്ചറിയാത്ത സ്റ്റേറ്റ് മെഷീനറിയാണ് നമുക്ക് എപ്പോഴും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഏറ്റവും ബാനലായിട്ടുള്ള സ്പോർട്സ് ഇവൻറ്റിനായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും സ്റ്റേറ്റ്. അത് എനിക്ക് തോന്നുന്നത് ആർട്ട് എപ്പോഴും ഭരണാധികാരികൾക്ക് പ്രശ്നം തന്നെയാണ്. അതെ, അതാണ് പ്രശ്നം. മറ്റത് സ്പോർട്സ് ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഒരു എന്താ നാടകം എല്ലാം എന്താ പറയുക, ഒരു പാർട്ടിയുടെ ആശയം പ്രചരിപ്പിക്കാനായിട്ടും പണ്ടും ഇന്നും പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു സമസ്ത പ്രശ്നങ്ങളെയും അന്വേഷിക്കുന്ന ആർട്ടിസ്റ്റ് ചെയ്യുന്ന നാടകങ്ങൾക്ക് അത് എപ്പോഴും ഇന്നത്തെക്കാളും മനസ്സിലാക്കാതെ. ഇപ്പോൾ അടുത്ത വർഷം ഇവിടെ നാഷണൽ ഗെയിംസ് നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പിയാണ്, 1000 കോടി എടുക്കുന്ന ബഡ്ജറ്റാണ് ചെയ്യുന്നത്. ഒരു നാഷണൽ ആർട്സ് ഫെസ്റ്റിവൽ നടത്താൻ ഇതിൻ്റെ എത്ര ഫ്രാക്ഷൻ മാത്രമേ അവർ കാണുകയുള്ളൂ. Whereas its impact in society long term എന്താണ്, ഇതെന്തുകൊണ്ട് ആരും തിരിച്ചറിയുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, മനുഷ്യൻ കൂടുതലായിട്ട് ചിന്തിക്കും തോറും അവൻ കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചിന്തയും സ്റ്റേറ്റ് എന്നുള്ളത് ആളുകളുടെ ഡെവലപ്മെന്റ്, സമൂഹത്തിന്റെ ഡെവലപ്മെന്റ്, നാളെ ഇതൊക്കെയല്ലേ സ്റ്റേറ്റിന്റെ ഒരു കൺസേൺ ആവേണ്ടത്. തിയേറ്റർ എന്ന് പറയുന്നത് ഒരു വലിയൊരു കൾച്ചറൽ ഹെറിറ്റേജും കൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിയേറ്റർ ഇപ്പോൾ ഈ കൂടിയാട്ടം പോലെ യുനെസ്കോ ഇത് ചെയ്യുന്നത് ചെറിയൊരു കാര്യം കൊണ്ടല്ല. എന്ന് പറയുന്നത് ഒരു ലൈവ് ആർട്ട്. ഇപ്പോൾ ഞാൻ എഡിൻബർഗ് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു വലിയ അത്ഭുതം ഉണ്ടായത്, ഏകദേശം 100ഓളം തിയേറ്ററാണ്, സിനിമാ തിയേറ്റർ അല്ല, ലൈവ് പെർഫോമൻസുകൾ കഴിക്കുന്ന തിയേറ്റർ ആ നഗരത്തിനുള്ളത്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ സംസ്കാരമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം ലൈവായിട്ടുള്ള ഇത്രയും ഇപ്പം കഥകളി കൂടിയാട്ടം തുടങ്ങിയിട്ടുള്ള ട്രഡീഷണൽ ആർട്ട് ഫോം തുടങ്ങിയിട്ട് ഒരു നല്ല തിയേറ്റർ ഇല്ല എന്ന് പറയുന്നത്, സോറി ടു സേ, ഭയങ്കര നാണക്കേടാണ് നമ്മുടെ നാടിനെന്ന് തന്നെ പറയേണ്ടി വരും. ആളുകൾ സിനിമയല്ല ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നഗരം തന്നെ അറിയാം, എഡിൻബർഗ് അറിയപ്പെടുന്നത് അവിടുത്തെ ഒരു തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ പേരിലാണ്. അവിഞ്ഞോൺ എന്ന് പറയുന്ന ഒരു സ്ഥലം അറിയപ്പെടുന്നത് ലോകത്തിലെ ലോകപ്രശസ്തമായ പല ഫെസ്റ്റിവലുകളും തിയേറ്റർ ഫെസ്റ്റിവലുകളാണ്, ലൈവ് ആർട്ടിൻ്റെ ഫെസ്റ്റിവലുകളാണ്. ലൈവ് ആർട്ട് എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങളാണ്. അത് നിലനിർത്തേണ്ടത് ഈ പറഞ്ഞ ഭരണാധികാരികളുടെയും മറ്റുള്ളവരുടെയും ഉത്തരവാദിത്തമാണ്. അത് ഒരു സംസ്കാരമില്ലാത്ത നാടെന്നുള്ള വായനയാണ്
പുറത്തുനിന്നും അത് ഉണ്ടാക്കുകയുള്ളൂ. അതില്ലെങ്കിൽ നമുക്കൊരു സ്ലോഗൻ ഉണ്ടാക്കേണ്ടത് കായിക സംസ്കാരത്തൊപ്പമെങ്കിലും കലാസംസ്കാരവും നിലനിർത്തണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ അതെ അതിന് ഒരു ഉദാഹരണം മാനവീയം വീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് 10 വർഷമാവുന്ന എല്ലാ ഞായറാഴ്ചയും അവിടെ നാടൻ പാട്ടും, അവിടെ കുറച്ച് ജനങ്ങൾ വരും, അവരെന്തെങ്കിലും കാശ് തരും. അതിൻ്റെ എക്കണോമിക്സ് എന്ന് വെച്ചാൽ അവർ 500 രൂപ കിട്ടും, 500 രൂപ പാട്ടുകാരെടുക്കും, ചെറിയ സ്കിറ്റ് ചെയ്യും. ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അവിടെ മാനവീയം വീതി എന്ന് പറഞ്ഞൊരു ഉദ്ഘാടനം ചെയ്തു വച്ചു. ഞങ്ങളത് ഏറ്റെടുത്തു, അത് ചെയ്തു. അതിനുശേഷം ആരും നോക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയില്ല. ഭരണാധികാരികൾ അവിടെ എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ഓരോ തവണ പത്രത്തിൽ ബഡ്ജറ്റ് അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കെട്ടിയില്ല? ഞങ്ങൾക്ക് നാടകം കളിക്കണം, ഞങ്ങൾക്ക് ഇതിൻ്റെ പിറകെ നടക്കാൻ പറ്റും. ഞങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ, ആർട്ടിസ്റ്റുകൾക്ക് അത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. അത് ഏറ്റെടുക്കേണ്ട ഭരണാധികാരികളാണ്. അത് തിരിച്ചറിയുന്നത് പലപ്പോഴും ഇതിന് വേണ്ടിയുള്ള വേറെ ചില ആൾക്കാരെയാണ്. കാര്യം മൗനമായിട്ടും ഇത്തരം പൊളിറ്റിക്സിന് കളിക്കാൻ താല്പര്യമില്ലാത്തവരെല്ലാം പുറത്ത് നിൽക്കും. അല്ലാത്തവർ അതിൻ്റെ ആചാര്യന്മാരുമായിട്ടും അതിൻ്റെ ഫണ്ട് അടക്കുകയും പലതും. എന്തുകൊണ്ട് മാനവീയം വീതി പോലെ ഒരു സ്ട്രീറ്റ് തുടങ്ങി വച്ചിട്ട് ആ 2 സ്ഥലത്ത് 2 പ്രതിമ കൊണ്ടുവച്ചു? ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് അവിടെ കളിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ 2 ദിവസത്തെ പത്രത്തിൽ കിട്ടുമെന്ന് അത് കച്ചവട സെൻറ്റർ ആക്കാൻ പോകുന്നു. Absolutely, it's not a very happy note that we are ending on, but nevertheless there are a lot of people here who are very, very active in the theatre circuit, doing their own thing in spite of all the odds pitted against them. Let's wish them luck, and let's also hope that more and more people will tune in, will come down and watch their performances, and then see for themselves if they would like to explore this art form, theatre. So we'll see you next week with a fresh new topic, and I thank you all for being a part of the show. Thank you so much, everybody. Thank you.